ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് പകൽ അമേ സ്തോത്രം ഒരു വചനഭാഗം നമ്മൾ ചിന്തിച്ച് നമ്മുടെ മുമ്പിൽ തിരുമേശ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. അതിലേക്ക് നമ്മൾ പ്രവേശിക്കും. ദൈവത്തിന് സ്തോത്രം. അതിനു മുൻപായി ഒരു തിരുവചന ഭാഗം ആമേൻ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ശുശ്രൂഷയിലേക്ക് ആമേൻ കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ വർഷം നമുക്ക് വാഗ്ദത്ത വചനമായി ആമേൻ സ്തോത്രം നമ്മുടെ സീനിയർ പാസ്റ്റർ ആമേൻ നമ്മുടെ സഭയ്ക്കായി നമ്മുടെ എല്ലാ ആമേൻ സ്തോത്രം വിക്ടറി ഇൻ്റർനാഷണൽ AG വർഷിപ്പ് സെൻറ്ററിലേക്ക് ആമേൻ ഡിക്ലെയർ ചെയ്ത ആ വാഗ്ദത്തത്തെ ഇന്ന് പകൽ നമ്മുടെ മലയാള സർവീസിലേക്ക് അത് ആമേൻ റിലീസ് ചെയ്യുവാൻ നമ്മുടെ ലൈഫിൽ നമ്മളെ കുടുംബത്തിൽ അതിനെ റിലീസ് ചെയ്ത് ആ വചനത്തിൻ്റെ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ. നമുക്ക് ഇവിടെ വാഗ്ദത്തം ഗോൾഡൻ സെപ്റ്റർ, ഡിവൈൻ അപ്രൂവൽ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പൊൻചെങ്കോൽ. ആമേൻ സ്തോത്രം. ദൈവിക അംഗീകാരം. ഈ 2026 ദൈവം ആമേൻ ചില കുടുംബങ്ങൾക്കകത്ത് കുടുംബത്തിൽ ചില അംഗീകാരങ്ങൾ, ദൈവിക അംഗീകാരങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് പകൽ അതങ്ങനെ സംഭവിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ ആ ദൂത് ഏറ്റെടുത്തോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് തരുമ്പോൾ നമ്മളത് പ്രാപിച്ചോണം, നമ്മളത് പിടിച്ചോണം. ഹല്ലേലൂയ. നമ്മുടെ ലൈഫ് ചേഞ്ച് ആകും. ആമേൻ സ്തോത്രം. നമ്മുടെ ജീവിതം മാറി മറിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ആമേൻ വിക്ടറി ഇൻ്റർനാഷണൽ മലയാള സർവീസിനെ നോക്കി, ഓരോ കുടുംബങ്ങളെ നോക്കി, ഓരോ വ്യക്തികളെ നോക്കി പറയാണ്. ആമേൻ 2026 ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ ചില അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ തേടി പോവുകയല്ല, നിങ്ങളെ തേടി വരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അംഗീകാരം ഒരുവനെ തേടി വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആമേൻ സ്തോത്രം. ഒരു ദിവസം ഒരു ആമേൻ വ്യക്തി അപ്പൻ്റെ കഴുതയെ കാണാതെ പോയി. ഹല്ലേലൂയ. കഴുതയെ തേടി പോവുകയാ. ആമേൻ സ്തോത്രം. ആമേൻ പോയി എവിടെ ചെന്നു? ആമേൻ ശമൂവേൽ പ്രവാചകന്റെ അടുക്കൽ ആമേൻ ചെല്ലുകയാണ്. അദ്ദേഹത്തിന് അറിയത്തില്ല ആമേൻ സ്തോത്രം എന്താ സംഭവിക്കാൻ പോകുകയാണെന്ന്. ഹല്ലേലൂയ. ആമേൻ കഴുതയെ തേടി അവൻ്റെ ഹൃദയത്തിൽ ഒറ്റ ചിന്തയുള്ളൂ, എൻ്റെ അപ്പൻ്റെ കഴുതയെ കണ്ടുപിടിക്കണം. അപ്പോൾ തന്നെ മറുഭാഗത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽ ഇതിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി തയ്യാറായിക്കൊണ്ടിരിക്കുക. 2026 ദൈവത്തിൻ്റെ ഒരു നിയോഗം, ദൈവത്തിൻ്റെ ഒരു പദ്ധതി, ദൈവത്തിൻ്റെ ഒരു അപ്രൂവൽ ആമേൻ ഇതിനകത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ അത് പിടിച്ചോണം. ഹല്ലേലൂയ. അത് കൊണ്ടേ പോകാവൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽ ശൗലിന്റെ അറിയത്തില്ല, പക്ഷെ ദൈവത്തിന്റെ ആമേൻ പദ്ധതി ഭയങ്കരമാണ്. ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. അല്പം കൂടെ കഴിയുമ്പോൾ അത് അപ്പോയിന്റ്മെന്റ് ആയി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അംഗീകാരം ഒരു അധികാരത്തിലേക്ക് നിങ്ങൾ കയറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അവിടെ കയറി ചെന്നു. ശമൂവേൽ അവനെ അഭിഷേകം ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് അവന്റെ ലൈഫ് മാറി. വന്നത് അപ്പന്റെ കഴുതയെ തേടിയ, പക്ഷെ രാജകീയ അഭിഷേകം അവന്റെ മേൽ വീണു. ആ അപ്പോയിന്റ്മെന്റ് അവന്റെ മേൽ വീണപ്പോൾ അവന്റെ ലൈഫ് മാറി. സ്തോത്ര, 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 സ്തോത്ര. ഇനി ആമേൻ സ്തോത്ര. ശൗലേ, നിന്റെ കിടക്ക ദൈവം മാറ്റി വിരിക്കാൻ പോവുക. നിന്റെ ലൈഫ് മാറിയാൽ, ഒരുവന്റെ മേൽ ദൈവത്തിന്റെ അംഗീകാരം വന്നാൽ
അവന്റെ ജീവിതം മാറും, അവന്റെ ആഹാര രീതി മാറും, അവന്റെ വസ്ത്രധാരണം മാറും. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ ചിന്തകൾ മാറും. ഇന്നലകളിൽ ചിന്തിച്ചതുപോലെയല്ല, നിങ്ങളുടെ ചിന്തകൾ തന്നെ മാറും. ദൈവത്തിന്റെ ഒരു അംഗീകാരം ഒരുവന്റെ മേൽ വീണാൽ ചിന്ത മാറും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. വന്നപ്പോൾ അപ്പന്റെ കഴുത, പോകുമ്പോൾ അവൻ ഒരു ഇസ്രായേൽ രാജ്യം. ഇന്ന് പകൽ നിങ്ങളെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ പറയും, നിങ്ങൾ ഇന്ന് പകൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നതുപോലെയല്ല, ഇന്ന് പകൽ മടങ്ങുമ്പോൾ ചില രാജകീയ ചിന്തകൾ, സ്തോത്രം, നിങ്ങളുടെ ഭവനത്തിന്റെ സ്ഥിതി, നിങ്ങളുടെ സാഹചര്യങ്ങൾ, ഇന്ന് പകൽ നിങ്ങളെ പിന്തുടരുന്ന വരൾച്ചകൾക്ക്, നിങ്ങളെ പിന്തുടരുന്ന ദാരിദ്ര്യത്തിന്, നിങ്ങളെ പിന്തുടരുന്ന ഞെരുക്കത്തിന് ഇനി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാതെ വന്ന ഒരു വിശാലത നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. വിശ്വസിക്കാൻ അങ്ങനെ തന്നെ സംഭവിക്കും. ഇത് എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നറിയാമോ? ആമേൻ. ദൈവത്തിന്റെ ഒരു അംഗീകാരം നമ്മുടെ മേൽ കിടക്കുക. ഇന്ന് പകൽ അത് വെളിപ്പെട്ടാൽ അത് അങ്ങനെ സംഭവിക്കും. സ്തോത്രം. ഈ ദൈവിക അംഗീകാരം നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ, ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയാം, നിങ്ങളുടെ ഭവനത്തിന്റെ സ്ഥിതി മാറും. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ ഭവനം മാറും. ഇനി ശൗല, നിനക്ക് അപ്പന്റെ വീട്ടിൽ കിടക്കാൻ പറ്റില്ല, ഇനി നീ കൊട്ടാരത്തിനകത്തോട്ടാ. അപ്പോയിന്റ്മെന്റ് വെളിപ്പെട്ടാൽ, അപ്രൂവലിൽ ഒരു അപ്പോയിന്റ്മെന്റ് വെളിപ്പെട്ടാൽ ഭവനം മാറും. ഭവനം മാറും. നിന്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ മാറും. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. ശൗലിന്റെ കൂടെ ഉള്ളത് അപ്പന്റെ ദാസന്മാരാ. ഇനി ദാസന്മാരല്ല നിന്റെ കൂടെ നിൽക്കാൻ പോകുന്നത്. ആമേൻ. ഇസ്രായേലിലെ യുദ്ധം ചെയ്യാൻ കഴിവുള്ള സാമർഥ്യമുള്ളവർ നിന്റെ പക്ഷത്ത് വരും. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്നെ സഹായിക്കാൻ കഴിയാത്ത ബലഹീനരല്ല ഇനി നിന്റെ അടുക്കൽ നിൽക്കുന്നത്. നിന്നെ സഹായിക്കാൻ കഴിവുള്ള വ്യക്തികൾ നിന്റെ അടുക്കൽ നിൽക്കും. ഹല്ലേലൂയ. നിന്റെ വീഥികൾ ഇന്നലകളിൽ സ്വത്രം മുള്ളും പറക്കാരയും നിറഞ്ഞതാണെങ്കിൽ നിന്റെ വീഥികൾ രാജവീഥികളായി മാറും. സ്തോത്ര, സ്തോത്ര, സ്തോത്രം. ഇന്ന് പകൽ ഇത് പിടിക്കാൻ പറ്റുമെന്നുള്ളവർ പിടിച്ചാൽ മതി. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഈ 2026 നിനക്ക് വേണ്ടി ചില രാജവീഥികൾ നിന്റെ വഴികളിൽ ഇനി മുള്ളും പറക്കാരെയും കാണത്തില്ല. ആമേൻ സ്തോത്രം. നിന്റെ മുമ്പിൽ രാജകീയ വാതിലുകൾ, രാജകീയ വഴികൾ നിനക്ക് മുമ്പിൽ അത് തുറക്കപ്പെടും. ദൈവകുഞ്ഞ, നിന്റെ കുടുംബം നോക്കിയിട്ടല്ല, നിന്റെ കുലം നോക്കിയിട്ടല്ല, നിന്റെ കഴിവ് നോക്കിയിട്ടല്ല, നിന്റെ സാമർഥ്യം നോക്കിയിട്ടല്ല. അവൻ ഇന്ന് പകൽ ഈ അംഗീകാരം നിന്റെ മേൽ വീണാൽ അവൻ നിന്റെ കുടുംബം ചേഞ്ച് ആകും, നിന്റെ തലമുറകൾ ചേഞ്ച് ആകും. ഇന്ന് പകൽ അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവം അധികാരത്തിന്റെ പൊൻചെങ്കോൽ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, 2026 നമ്മൾ ഒറ്റയ്ക്കല്ല, അധികാരത്തോടെ നമ്മൾ പുറപ്പെടും. അധികാരത്തോടെ പുറപ്പെടും. ഒന്നും നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കത്തില്ല. ഹല്ലേലൂയ. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ഈ പൊൻചെങ്കോൽ ഇരിക്കുന്നത് രാജാക്കന്മാരുടെ കയ്യിലാണ്. പക്ഷേ പഴയ നിയമത്തിനകത്ത് എല്ലാ പിതാക്കന്മാരുടെ കയ്യിലും ഒരു വടിയുണ്ട്. എല്ലാവരുടെ കയ്യിലും ഒരു വടിയുണ്ട്. സ്തോത്രം. അതാണ് അവരുടെ അധികാരത്തിൻ്റെ വടി. പക്ഷെ ദൈവം ആ വടിയെ ഒരു അസാധാരണ വടിയായി മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കൽ ആമേൻ മോശ വരുമ്പോൾ മോശയോട് പറഞ്ഞു, മോശേ, ആമേൻ നിന്റെ കയ്യിൽ എന്താ? കയ്യിലൊരു വടിയാ. ദൈവം പറഞ്ഞു, അത് നീ നിലത്തിട. അതെന്തായി മാറി? അതൊരു സർപ്പമായി മാറി. സ്തോത്രം. ഹല്ലേലൂയ. മോശ പേടിച്ചു പോയി. മോശയോട് പറഞ്ഞു, അതിൻ്റെ വാലിൽ പിടിക്കുക. അതിൻ്റെ വാലെ പിടിച്ചു. അത്
വടിയായി മാറി. പറഞ്ഞു, ആമേൻ സ്തോത്രം, ഒരത്ഭുതം കാണിച്ചു കൊടുത്തു. രണ്ടാമത് പറഞ്ഞു, നിന്റെ കൈ നിന്റെ മാർവിടത്തിലേക്ക് ഇടുക. അവൻ കൈ മാർവിടത്തിലേക്ക് ഇട്ടു. എടുത്തു നോക്കിയപ്പോൾ കയ്യിൽ കുഷ്ഠം. ആമേൻ സ്തോത്രം. പറഞ്ഞു, വീണ്ടും നിന്റെ മാർവിടത്തിലേക്ക് ഇടുക. അവൻ മാർവിടത്തിലേക്ക് ഇട്ടു. ആമേൻ സ്തോത്രം. എന്നിട്ട് തിരിച്ചെടുക്കാം. എടുത്തപ്പോൾ അവൻ്റെ സാധാരണ കരം. 2 അത്ഭുതങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കാണിച്ചിട്ട് പറഞ്ഞു, നീ ഇനി ഫറവോന്റെ അടുക്കൽ നീ പോകണം. ആര് പോകണം? മോശയെ, നീ പോകണം. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. മോശ പറഞ്ഞു, പറ്റത്തില്ല. 2026 പറ്റത്തില്ലെന്ന് പറയരുത്. 2026 പറ്റത്തില്ല എന്ന് പറയരുത്. ദൈവം പറഞ്ഞാൽ പോകണം. ദൈവം പറഞ്ഞാൽ ചെയ്യണം. ആമേൻ. മനുഷ്യന്റെ മുഖത്ത് നോക്കരുത്. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയും, ആവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞൻ, നിന്നെ ലജ്ജിപ്പിക്കാത്ത ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ എന്ത് പറയുന്നുവോ അത് അനുസരിക്കുക. ഹല്ലേലൂയ. 2026 അനുസരിക്കുന്നവൻ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. മോശ പറഞ്ഞു, പറ്റത്തില്ല. ആമേൻ സ്തോത്രം. പറഞ്ഞില്ല, നീ പോകണം. 2-3 വട്ടം പറഞ്ഞു. ദൈവത്തിന് കോപം വന്നു. പറഞ്ഞു, നീ അഹരോനെ കൂടെ, നിന്റെ സഹോദരനായ അഹരോനെ കൂടെ കൂട്ടാൻ പറഞ്ഞു. പോകുന്ന വഴിക്ക് അഹരോനെയും കൂട്ടിയാണ്. എന്ത് സംഭവിച്ചതെന്നറിയാമോ? നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ, ദൈവത്തിൻ്റെ വാക്കിന് വല ഇറക്കിയില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഫറവോന്റെ അടുക്കൽ മോശയും അഹരോനും ചെന്നു. 2 പേരും ചെന്ന് നിൽക്കുമ്പോൾ, ആമേൻ സ്തോത്രം, അഹരോൻ പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ വിട്ടുതരണം. അപ്പോൾ ഫറവോൻ പറഞ്ഞു, പറ്റത്തില്ല. ആമേൻ സ്തോത്രം. അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആരുടെ കയ്യിലാണ് വടിയിരിക്കുന്നത്? ആരുടെ കയ്യിൽ വടിയുണ്ട്? മോശയുടെ കയ്യിലുണ്ട്. അഹരോന്റെ കയ്യിൽ വടിയുണ്ടോ? ഉണ്ടോ? അഹരോന്റെ കയ്യിലും വടി ഉണ്ട്. അഹരോന്റെ വടി തളിർത്തു, പൂത്തു, ബദാം കായ്ച്ചു, അല്ലേ? അപ്പൊ അഹരോന്റെ കയ്യിൽ എന്തുണ്ട്? വടിയുണ്ട്. സ്തോത്രം. അവിടെ ഫറവോന്റെ മുമ്പിൽ അഹരോൻ തന്റെ വടി നിലത്തിട്ടു. അതൊരു സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ പറഞ്ഞു, ഇതിനേക്കാളും വലിയ അത്ഭുതം ചെയ്യുന്നവർ എൻ്റെ കൂടെയുണ്ട്. സകല മന്ത്രവാദികളെയും വിളിച്ചു. മന്ത്രവാദികളും തൻ്റെ വടി എന്ത് ചെയ്തു? നിലത്തിട്ടു. അത് സർപ്പമായി തീർന്നു. ഹല്ലേലൂയ. പക്ഷെ എല്ലാം സർപ്പമായി തീർന്നെങ്കിലും അഹരോന്റെ വടി, മന്ത്രവാദികളുടെ വടി എന്ത് ചെയ്തു? വിഴുങ്ങിക്കളഞ്ഞു. അപ്പൊ മോശയുടെ വടിയോ? മോശയുടെ വടി മോശയുടെ കയ്യിൽ തന്നെ ഉണ്ട്. മോശ നിന്നോട് പറഞ്ഞാൽ നീ അതെന്ത് ചെയ്യണം? പറ്റില്ല എന്ന് പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. പാസ്റ്റർമാര് പ്രസംഗിച്ച് മോശ തൻ്റെ ഫറവോന്റെ മുമ്പിൽ വടിയിട്ടു. മോശയുടെ വടി സർപ്പമായി തീർന്നു. ആ മോശയുടെ വടി മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങിക്കളഞ്ഞു. ഇതൊരു കഥയാണ്. ബൈബിളിൽ അങ്ങനെ ഇല്ല. ബൈബിളിൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം മുതൽ വായിച്ചു നോക്കണം. ഇപ്പോൾ വായിക്കണ്ട, വീട്ടിൽ പോയി വായിച്ചു നോക്കണം. മോശയല്ല വടിയിട്ടത്, അഹരോൻ വടിയിട്ടു എന്ന് പറഞ്ഞാൽ മോശയ്ക്കാണ് അവകാശം കൊടുത്തത്, അധികാരം കൊടുത്തത്. മോശ പറഞ്ഞു പറ്റത്തില്ല. ആമേൻ സ്തോത്രം. ദൈവം പറയാം, നിനക്ക് പറ്റത്തില്ലെങ്കിൽ പറ്റുമെന്നുള്ളവരുണ്ടെന്ന്. സ്തോത്രം. 2026 നമ്മൾ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കും. ആമേൻ, ആമേൻ. അഹരോനെ കുറിച്ചല്ല ദൈവത്തിന് പദ്ധതി, മോശയെ കുറിച്ച ദൈവത്തിന് പദ്ധതി. പക്ഷെ നീ തയ്യാറല്ലെങ്കിൽ ഒരു അഹരോനെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്കറിയില്ല, 2026 ദൈവസഭയ്ക്കകത്ത് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ചില അധികാരത്തിന്റെ വടിയുമായി, ചില അധികാരത്തിന്റെ ചെങ്കോലുമായി അവനെ സർവീസ് ചിലരെ എഴുന്നേൽക്കും.
പറ്റത്തില്ലെന്ന് പറയരുത്. നീ എഴുന്നേറ്റാൽ നിന്റെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്യും. എബ്രായർക്ക് എഴുതിയ ലേഖനം 1:8 പറയുന്നു, പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോലാകുന്നു. സങ്കീർത്തനം 45:6 പറയുന്നു, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. അപ്പോൾ ഇന്ന് പകൽ ദൈവം നമ്മുടെ മേൽ കൈമാറുന്നത് നീതിയുടെ ചെങ്കോൽ. ഹല്ലേലൂയ. ഇനി ഒരു ചെങ്കോലൂടെ ഉണ്ട്. നീതിമാൻ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ഇരിക്കയില്ല. ഈ ചെങ്കോൽ അധികാരത്തെ, വാഴ്ചയെ കാണിക്കുന്നു. ഈ ചെങ്കോൽ ഉണ്ടെങ്കിൽ മാത്രമേ വാഴാൻ പറ്റൂ, എന്ന് പറഞ്ഞാൽ ഭരണം നടത്താൻ പറ്റൂ. അപ്പോൾ ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ നീതിയുടെ ചെങ്കോൽ അധികാരം നടത്തുമ്പോൾ, വാഴ്ച നടത്തുമ്പോൾ, മറുഭാഗത്ത് വേറൊരു ചെങ്കോലുണ്ട്. അതായത് ദുഷ്ടന്റെ ചെങ്കോൽ. ബൈബിൾ പറയുന്നു, നീതിമാൻ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കാൻ ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന് മേൽ എന്ത് ചെയ്യത്തില്ല. ഇന്ന് പകൽ നമ്മുടെ അവകാശം 2026 ദൈവകുഞ്ഞ് നിന്റെ അവകാശത്തിന്റെ മേൽ ദൈവം നിനക്ക് വേണ്ടി വെച്ച നന്മയെ തടയാൻ, അതിനെ തെറ്റിച്ച് കളയാൻ, അതിന് ഹല്ലേലൂയ സമയതാമസം വരുത്തി നിന്നെ നിരാശയുടെ കൂട്ടിലാക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ ഹല്ലേലൂയ ഈ നീതിയുടെ ചെങ്കോൽ ദൈവകുഞ്ഞ് നിന്റെ കരത്തിൽ കിട്ടുമ്പോൾ ദുഷ്ടന്റെ ചില ചെങ്കോലുകൾ ഇന്ന് പകൽ അത് ഒടിഞ്ഞു മാറും. നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന ചില ദുഷ്ടന്റെ ചെങ്കോലുകൾ ഇന്ന് പകൽ ഓടിയും. ഹല്ലേലൂയ. നിന്റെ മേലൊരു നീതിയുടെ ചെങ്കോൽ ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവം അത് കൈമാറും. ഈ നീതിയുടെ ചെങ്കോൽ ഉണ്ടെങ്കിൽ സ്വത്രം ദുഷ്ടൻ നമ്മളെ വാഴത്തില്ല, നമ്മൾ ദുഷ്ടനെ വാഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയൊക്കെയോ നമ്മളെ വാണതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ ഞെരുങ്ങിപ്പോയി, എവിടെയൊക്കെ നിരാശപ്പെട്ടു പോയി, എവിടെയൊക്കെ ഒറ്റപ്പെട്ടു പോയി. ഇന്ന് പകൽക്കാലം പറയുക, ഈ നീതിയുടെ ചെങ്കോൽ ഞാൻ ഹല്ലേലൂയ എൻ്റെ സഭയ്ക്ക് കൈമാറും. ഈ നീതിയുടെ ചെങ്കോൽ നിന്റെ മേൽ വന്നാൽ സ്തോത്രം, നീ ഒതുങ്ങി പോകത്തില്ല, നീ തളർന്നു പോകത്തില്ല, നീ താണു പോകത്തില്ല. ചില വാക്കുകളുടെ ശബ്ദത്തിൽ നീ പോകത്തില്ല. നീ എഴുന്നേൽക്കൂ. പട്ടണത്തിന്റെ നടുവിൽ നീ വാഴും. ചിലതിനെ ഇനി നിന്നെ വാഴുകയല്ല, നീ ചിലതിനെ വാഴും. ഇന്ന് പകൽ ഈ ദൂത് ചിലരുടെ ഹൃദയത്തിൽ സ്തോത്ര ഹല്ലേലൂയ ഒരു ബോംബ് വീഴുന്നത് പോലെ ഇന്ന് പകൽ ഹല്ലേലൂയ ഹൃദയത്തെ ഈ വചനം തൊടുന്നെങ്കിൽ ഓർത്തോണം, നിന്റെ മേൽ ആ അധികാരത്തിന്റെ പകർച്ച ദൈവം ഇന്ന് പകൽ സ്വർഗ്ഗം നിന്റെ മേൽ കൈമാറുകയാണ്. ഈ അധികാരം കൈമാറുന്ന സമയം ഏതെങ്കിലും നിന്റെ ഏരിയക്കകത്ത് ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ അത് ഒടിഞ്ഞു മാറും. ഈ ചെങ്കോൽ ആർക്കാ കൊടുക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ഈ ചെങ്കോൽ ആർക്കാ കൊടുക്കുന്നേ? ഉൽപ്പത്തി പുസ്തകം ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 9 വാക്യം ഒന്ന് വായിച്ചേ. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവരുടെ കാലുകളുടെ ഇടയിൽ നിന്നും എന്ത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം. അവകാശമുള്ളവൻ വരുവോളം. ആരാ ഈ അവകാശമുള്ളവൻ? അവകാശമുള്ള വരുവോളം യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ അവൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. യാക്കോബ് പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുകയാണ്. തൻ്റെ മകനെ നോക്കി, യഹൂദയെ നോക്കി പ്രവചിക്കുക. സ്തോത്രം. അവകാശി വരുവോളം ഈ ചെങ്കോൽ നിന്റെ കയ്യിലിരിക്കും. ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്? യഹൂദയുടെ കയ്യിൽ. സ്തോത്രം. എന്താ യഹൂദയുടെ കയ്യിൽ ഏൽപ്പിക്കാം? കാരണം യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സ്തുതി. ഇന്ന് പകൽ ആരുടെ കയ്യിലാണ് ഈ ചെങ്കോൽ ഏൽപ്പിക്കുന്നത്?
സ്തുതിക്കുന്നവന്റെ കയ്യിൽ, ആരാധിക്കുന്നവന്റെ കയ്യിൽ ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവന്റെ മേൽ ഇന്ന് പകൽക്കാലം അവന്റെ ചെങ്കോൽ കൈമാറും. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവകുഞ്ഞേ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ഇന്ന് പകൽ ആരാധിക്കുന്നവന്റെ കരത്തിൽ ആമേൻ സ്തോത്രം അവകാശി വരുവോളം ആമേൻ ദൈവത്തിന്റെ ചെങ്കോൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇന്ന് പകൽ ഞാൻ പറയാം, ആമേൻ സ്തുതിക്കുന്നവന്റെ മേൽ, ആരാധിക്കുന്നവന്റെ മേൽ, ഹല്ലേലൂയ ആമേൻ സ്തോത്രം ദൈവവുമായി ബന്ധപ്പെടുന്നവന്റെ മേൽ ആമേൻ സ്തോത്രം ഈ ചെങ്കോല് ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞു. യഹൂദേ നിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആമേൻ. അടുത്ത് പറയാ ജാതികളുടെ അനുസരണം. ഈ ചെങ്കോൽ, ഈ അധികാരത്തിന്റെ ചെങ്കോൽ ഉണ്ടെങ്കിൽ ജാതികളുടെ അനുസരണം ആരോടാകും? നിന്നോടാകും. അടുത്ത് പറയുന്നു 9-ാം വാക്യം ഒന്ന് വായിച്ച ആൻറ്റി. യഹൂദ ഒരു ബാലസിംഹം. ഓ, ഈ അധികാരത്തിന്റെ ആമേൻ ചെങ്കോൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യഹൂദ ആരോടാ ഉപയോഗിച്ചിരിക്കുന്നത്? ബാലസിംഹം. യഹൂദ ഒരു ബാലസിംഹം. യഹൂദ ഒരു ബാലസിംഹം. ഇന്ന് പകൽ ഈ ചെങ്കോൽ നമ്മുടെ കയ്യിൽ വന്നാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ പിന്നെ പേടിച്ച് ഭയന്നിരിക്കുന്ന ഒരു മാനായിട്ടല്ല. ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു. ആമേൻ യഹൂദ ഒരു ബാലസിംഹം. അടുത്തു പറയുന്നു, മകനെ നീ ഇര പിടിച്ചു കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിനക്കൊന്നിനും കുറവുണ്ടാകത്തില്ലെന്ന്, നിന്റെ കളപ്പുരക്കകത്ത് കുറവുണ്ടാകത്തില്ലെന്ന്, സമൃദ്ധി നിന്റെ മേൽ ഉണ്ടാകുമെന്ന്. ഇന്ന് പകൽക്കാലം ഈ അധികാരത്തിന്റെ പകർച്ച ആരുടെ മേലുണ്ടോ അവരെ നോക്കിയിട്ട് വചനം വിളിച്ചു പറയുന്നു, യഹൂദേ നീ ഒരു ബാലസിംഹം എന്ന് പറഞ്ഞാൽ നീ ഗർജിച്ചാൽ ദൈവകുഞ്ഞൻ നമ്മൾ എന്ന് പറഞ്ഞാൽ ദൈവകുഞ്ഞൻ നിന്റെ ശബ്ദത്തിനകത്ത് ഒരു കാട്ടിൽ സിംഹം ഗർജിച്ചാൽ സകല മൃഗവും ഭയപ്പെടും. പുല്ല് തിന്നുകൊണ്ട് നിൽക്കുന്ന മൃഗം പെട്ടെന്ന് നിവരും. എന്താ? സിംഹത്തിന്റെ ഗർജനം. ഇന്ന് പകൽ ഞാൻ പറയും, ഈ അധികാരം നിന്റെ മേലുണ്ടോ? നിന്റെ ശബ്ദത്തെ ഭയക്കുന്ന ഒരു മണ്ഡലം. ഹല്ലേലൂയ. ഇന്നലകളിൽ നീ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇന്ന് പകൽ നിന്റെ ശബ്ദത്തിനകത്തൊരു അധികാരം, നിന്റെ ശബ്ദത്തിനകത്തൊരു വാഴ്ച, നിന്റെ ശബ്ദത്തിനകത്ത് ഒരു രാജഗർജനം. ഈ അധികാരത്തിന്റെ ചെങ്കോൽ ദൈവം നമ്മുടെ കൈമേൽ തന്നാൽ ഞാൻ പറയുന്നു ആമേൻ സ്തോത്രം ഹല്ലേലൂയ. യഹൂദ നീ ഒരു ബാലസിംഹമാണ്. ഓ സ്തോത്ര സ്തോത്ര. കഴിഞ്ഞ നാളുകളിൽ കുറുക്കനെ പോലെ ആമേൻ സ്തോത്രം ഭയപ്പെട്ട് ഓടിയതുപോലെയല്ല ഇന്ന് പകൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുമെന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശബ്ദത്തിനകത്തൊരു അധികാരം, ഒരു രാജകീയ അധികാരം. ഹല്ലേലൂയ. രാജാവ് തൻ്റെ അരമനയിൽ ഇരിക്കുമ്പോൾ എസ്തേർ കയറി വരുവാ. രാജകൊട്ടാരത്തിന്റെ പ്രത്യേകത, രാജാവിൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അരമനയിൽ ആരെങ്കിലും കയറി വന്നാൽ അവൻ പൊൻചെങ്കോൽ നീട്ടും. നീട്ടിയില്ല എങ്കിൽ അവൻ്റെ കഴുത്തിൽ തല കാണില്ല. ഈ ചെങ്കോലിനൊരു പ്രത്യേകതയുണ്ട്, മരണവും ജീവനും അതിനകത്തുണ്ട്. ഒരുത്തന്നെ രക്ഷിക്കാനും പറ്റും. സ്തോത്രം. ഇന്ന് പകൽ ദൈവകുഞ്ഞ് ഈ അധികാരത്തിൻ്റെ ചെങ്കോൽ നമ്മുടെ കയ്യിലുണ്ടോ? ചില എസ്തേർമാർ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഭയം കൂടാതെ എഴുന്നേൽക്കും. അതിന്റെ അഗ്രത്തിൽ തൊട്ടാൽ ഒരു എസ്തേർ മാത്രമല്ല വിടുവിക്കപ്പെടുന്നത്, ആമേൻ ഒരു യഹൂദ കുലം മുഴുവനും ഇന്ന് പകൽക്കാലം ആമേൻ പട്ടണം നിന്നാൽ വിടുവിക്കപ്പെടും, ദേശം നിന്നാൽ വിടുവിക്കപ്പെടും, വ്യക്തികൾ ദൈവകുഞ്ഞൻ നിന്നാൽ വിടുവിക്കപ്പെടും. 2026 ഒരു പ്രവചന ശബ്ദം ഞാൻ മുഴക്കുകയാ. അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ അധികാരത്തിന്റെ ചെങ്കോൽ നിമിത്തം ചില എസ്തേർമാർ, ചില യഹൂദന്മാർ വിടുവിക്കപ്പെട്ടതുപോലെ ചില ദേശങ്ങൾ, ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ അവൻ നിന്നാൽ വിടുവിക്കപ്പെടാൻ പോവുകയാ. ഹല്ലേലൂയ. ചില ഹാമാന്മാർ കഴുകുമരത്തിൽ കയറും. ഹല്ലേലൂയ. ചില ഹാമാന്മാർ ആമേൻ സ്തോത്രം ദൈവ പദ്ധതിക്ക് വിരോധമായി ആമേൻ അദൃശ്യ മണ്ഡലങ്ങളിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഇടുന്ന ആമേൻ സകല പദ്ധതികളെയും എൻ്റെ ദൈവം അതിനെ തകർത്തു കളയും. ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാല ഒരു പ്രവചന ശബ്ദം ഞാൻ പറയുകയാ. ദൈവകുഞ്ഞേ, നിന്റെ മേൽ ഈ അധികാരത്തിന്റെ ചെങ്കോൽ വെളിപ്പെടുമ്പോൾ നിനക്ക് വിരോധമായി ആമേൻ സ്തോത്രത്തിലെ ഹാമാന്മാർ ആമേൻ ഒരുക്കുന്ന ചില കഴുകുമരമുണ്ട്. നീ അതിനകത്ത് അകപ്പെടത്തില്ല. പകൽ പറയണ ഹാമാനെ, ഹല്ലേലൂയ, നീ ഒരുക്കിയ കഴുകുമരത്തിൽ ആമേ തീർന്നു പോകാനല്ല ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി. എൻ്റെ മേലൊരു ഹല്ലേലൂയ, എൻ്റെ മേലൊരു ഹല്ലേലൂയ അപ്രൂവൽ കിടപ്പുണ്ട്. ഓ ദൈവത്തിന്റെ ഒരു അംഗീകാരം ഇന്ന് പകൽ ദൈവകുഞ്ഞ നിന്റെ മേൽ കിടപ്പുണ്ട്. ആമേൻ. ഹാമാന്റെ ആമേൻ ആസക്തവണ്ണം നിന്നെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ചില കഴുകുമരങ്ങൾ നിനക്ക് വിരോധമായി ശത്രു അദൃശ്യ മണ്ഡലങ്ങളിൽ ഒരുക്കി വച്ചത് ഇന്ന് പകൽക്കാലം അത് തകർന്നു മാറുകയാ. ഹല്ലേലൂയ. കുഞ്ഞേ, നീ ദൈവത്തിന്റെ ആമേൻ പദ്ധതിക്കകത്തുള്ളതാ, ദൈവത്തിന്റെ അംഗീകാരത്തിനകത്തുള്ളതാ, ദൈവത്തിന്റെ അധികാരത്തിനകത്തുള്ളതാ. തൊടാൻ പറ്റുകയില്ല. ഇന്ന് പകൽ ഈ വെളിപ്പാടിനകത്ത് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കയറാൻ പറ്റുന്നുണ്ടോ? ഇനി മസിൽ പിടിക്കരുത്. 2026 ദൈവകുഞ്ഞൻ മസിൽ പിടിക്കരുത്. 2026 മസിൽ പിടിക്കരുത്. കുരുങ്ങിയ പിന്നെ നോക്കാൻ പറ്റുകയില്ല. മസിൽ കുരുങ്ങിയാലേ മസിൽ പിടിക്കരുത്. വിട്ടുകൊടുക്ക്. ദൈവത്തിന്റെ അപ്രൂവലിന് വിട്ടുകൊടുക്ക്. ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റിന് വിട്ടുകൊടുക്ക്. 2025 കണ്ട എത്രയോ പേർ 2026 ഇല്ല. ബിൻസിന്റെ അങ്കിൾ 2025 31 തീയതി ഒരു നല്ല ദൈവത്തിന്റെ അഭിഷിക്തനാ അദ്ദേഹം. 26 കയറിയില്ല, 25 അവസാനം കർത്താവിന്റെ സന്നിധിയിൽ പോയി. നമ്മളെ ശേഷിപ്പ് തന്നത് എന്തിനാന്നറിയാമോ? ഈ ശേഷിപ്പ് തന്നത് എന്തിനാ? അവന്റെ ഒരു അപ്രൂവൽ നമ്മുടെ മേൽ കിടക്കുന്നത് കൊണ്ടാ. ദൈവത്തിന്റെ ഒരു പദ്ധതി നമ്മുടെ മേൽ കിടക്കുന്നത് കൊണ്ടാ. ഇന്ന് പകൽ ഈ ദൂതൊക്കെ വരുമ്പോൾ സ്തോത്രം മസിൽ പിടിച്ചിരിക്കരുത്. എഴുന്നേറ്റോ നിന്നോ എങ്ങനെ പ്രതികരിക്കാമോ ദൈവം പ്രതികരിച്ചോണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഇത് ഒരുക്കുമ്പോൾ അതിനകത്ത് കയറിക്കൊണ്ടും അതിനെ പിടിച്ചോണം. വാതിലുകൾ തുറക്കപ്പെടും. ഞാൻ പറയും, നിങ്ങളെ കാണുന്നവർ അത്ഭുതം കൂറും. 2025 കണ്ട നിങ്ങളുടെ ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ 2026 നിങ്ങളിൽ സംഭവിക്കുന്ന മാറ്റം, നിങ്ങളിൽ സംഭവിക്കുന്ന ദൈവപ്രവൃത്തി കണ്ടിട്ട് ആമേൻ സ്തോത്രം അത്ഭുതം കൂറും. ഞാൻ ഹല്ലേലൂയ, ഞാൻ വെറുതെ പറയല്ല. അപ്പന്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുന്നത് ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയാ. ദൈവകുഞ്ഞ, നിന്നെ കാണുന്നവർ, നിന്നെ കുറിച്ച് കേൾക്കുന്നവർ അത്ഭുതം കൂറുമാർ. ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെട്ടു വരും. ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ക്ലോസ് ചെയ്ത് തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കും. ആമേൻ സ്തോത്രം. സങ്കീർത്തനങ്ങൾ 110 1 മുതലുള്ള വാക്യങ്ങൾ, 1-2 വാക്യങ്ങൾ ഞാൻ തന്നെ വായിച്ച് അവൻ വേഗത്തിൽ അത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. യാക്കോബ് തൻ്റെ തലമുറയിൽ അവൻ വെളിപ്പാട് കാണുകയാണ്. ഒരു നീതിയുടെ ചെങ്കോൽ, ഒരു പൊൻചെങ്കോൽ തൻ്റെ തലമുറമേൽ നിൽക്കുന്നത് യാക്കോബ് കണ്ടു. എന്ന് പകൽ ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും
ഈ വചനം കേൾക്കുമ്പോഴും ദൈവ കുഞ്ഞുങ്ങളെ, യാക്കോബ് തൻ്റെ തലമുറയിൽ നിൽക്കുന്ന ഒരു അധികാരത്തിൻ്റെ ചെങ്കോൽ കണ്ടു. നമ്മൾ കാണണം, നമ്മുടെ തലമുറകളുടെ മേൽ ദൈവം ആമേൻ ഹല്ലേലൂയ പകരുന്ന ആ അധികാരത്തെ നമ്മൾ കാണണം. യാക്കോബ് കണ്ടു ഒരു ചെങ്കോൽ, അവകാശി എന്ന് പറഞ്ഞാൽ ഈ ചെങ്കോലിന് യഥാർത്ഥമായ ഒരു അവകാശിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ വരുന്ന ആഴ്ചയിൽ ബിസിച്ചാനും ലൂസി ആൻറ്റിയും മുത്തനും UK പോവുക. അപ്പോ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ ഇനി 2 വർഷം കഴിഞ്ഞേ വരൂ. ഈ 2 വർഷം പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്ത് ചെയ്യണം? വാടക കൊടുക്കണ്ടല്ലോ. മറിയ വെങ്കൽ ഭരണി പൊട്ടിച്ചപ്പോൾ യൂദ കണക്കൂട്ടി, അയ്യോ ഇത് കൊടുത്തിരുന്നെങ്കിൽ 300 വെള്ളിക്കാശിന് അത് പിന്നെ എവിടെ കൊണ്ട് എത്തിച്ചു? ഒരു പിടി കയറിൽ എത്തിച്ചു. അതൊന്നും നമുക്ക് വേണ്ട. സ്തോത്രം. പറഞ്ഞു 2 വർഷത്തേക്ക് പാസ്റ്റർ അവിടെ ഒന്ന് താമസിക്കേ. ഇപ്പൊ തന്നെ ആകെപ്പാടെ വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. പ്രൈസ് ലോർഡ്. പാസ്റ്റർ അവിടെ താമസിക്കേ. 2 വർഷം ഞാൻ അവിടെ താമസിച്ചു. പക്ഷെ 2 വർഷം താമസിക്കാനുള്ള അവകാശം എനിക്ക്. അപ്പോൾ അവകാശി വരുമ്പോൾ എന്ത് ചെയ്യണം? പിന്നെ കേസ് കൊടുക്കാൻ, ഞങ്ങൾ ഇത്ര വർഷം താമസിച്ചില്ല, കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. അവകാശി വരുമ്പോൾ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. സ്തുതിക്കുന്ന യഹൂദയെ നിന്റെ കയ്യിൽ ഇപ്പോൾ അത് ഏൽപ്പിക്കും. പക്ഷെ ഇത് വാങ്ങാൻ ഒരുവൻ വരുന്നുണ്ട്. അവൻ വരുമ്പോൾ ഈ ചെങ്കോൽ എന്ത് ചെയ്യണം? ഈ അധികാരത്തെ നീ വിട്ടുകൊടുക്കണം. അപ്പോൾ ദാവീദിന്റെ തലമുറ വന്നപ്പോൾ ദാവീദ് കാണുകയാണ്, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം നീ എൻ്റെ വലത്തു ഭാഗത്ത്. ഒരു ദിവസം പ്രസംഗിച്ച തീരുകയല്ല. സ്തോത്രം. പറയാ, യഹോവ എൻ്റെ കർത്താവിനോട് നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തു ഭാഗത്തിരിക്ക. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ ആമേൻ വാഴും. അടുത്ത പറയാം, നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരും. ഇതൊക്കെ സമയമെടുത്ത് വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാം. ആമേൻ സ്തോത്രം. ദാവീദ് കാണുകയാണ്, ആമേൻ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുക. ആമേൻ സ്തോത്രം. അവിടെ പറയാ, അവിടെ എഴുതിയിരിക്കുന്നത് യഹോവ എൻ്റെ കർത്താവിനോട് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം തൻ്റെ പുത്രനോട് പറയാണ്, നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്ക, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠത്തിലാക്കും. അപ്പൊ പുത്രൻ എവിടെയാ ഇരിക്കുന്നത്? പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയിട്ട് പറയാ, നീ ഇവിടെ ഇരുന്നു, ഞാൻ എൻ്റെ ചെങ്കോൽ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ഭൂമിയിലേക്ക് നീട്ടും. എന്നിട്ട് ശത്രുവിനെ എന്ത് ചെയ്യും? ആമെ പാദപീഠമാക്കും. പക്ഷെ ഈ ചെങ്കോൽ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. ഇത് ആരുടെ കയ്യിലാണ് കൊടുക്കാൻ പോകുന്നത്? അവിടെ എഴുതിയിരിക്കുന്നു, യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. യുവാക്കളായ മഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആ ഭാഗങ്ങൾ ഒത്തിരി വ്യാഖ്യാനിക്കണം, ഞാൻ വേഗത്തിൽ പറയാം. യുവാക്കളായ മഞ്ഞ് നിനക്ക് വരും എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, നിന്റെ നാമത്തിൽ ഒരു തലമുറ എഴുന്നേൽക്കും. ഒരു തലമുറ എഴുന്നേൽക്കും. സ്തോത്രം. അവരായിരിക്കും ശത്രുക്കൾ എന്ത് ചെയ്യുന്നേ? പാദപീഠമാക്കുന്നത് ആ തലമുറയായിരിക്കും. ഹല്ലേലൂയ. എന്ന് പകൽ ഞാൻ പറയാം, നമ്മളെ കുറിച്ച് കിടക്കുന്ന പ്രവചനങ്ങൾ കാണണം. സമയമുണ്ടെങ്കിൽ ഇതൊന്ന് വിശദീകരിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ഹല്ലേലൂയ.
എന്ന് പറഞ്ഞ യുവാക്കളായ മഞ്ഞ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയുള്ള ചെങ്കോൽ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരുമെന്ന് ദാവീദ് കാണുക. സ്തോത്രം. ആമേൻ. യാക്കോബ് കാണുകയാ, അവകാശി വരുവോളം ഈ ചെങ്കോൽ നിന്റെ അടുക്കലിരിക്കും. പക്ഷെ അവകാശി വന്നാൽ എന്ത് ചെയ്യണം? ദാവീദ് പറയുക, ഒരു അവകാശി വരുന്നുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ ചെങ്കോൽ യഹൂദയിൽ നിന്ന് ആരിലേക്ക് കൈമാറും? ഇത് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കൈമാറും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ ചെങ്കോൽ ആരുടെ കയ്യിലുണ്ടോ അവർക്ക് മാത്രമേ വാഴാൻ പറ്റൂ. ഈ ലോകത്തിലാകട്ടെ, ആമേൻ, വാഴ്ചകളോടാകട്ടെ, അധികാരങ്ങളോടാകട്ടെ എതിർത്ത് നിൽക്കണമെങ്കിൽ ഈ നീതിയുടെ ചെങ്കോൽ വേണം. ദുഷ്ടന്റെ ചെങ്കോൽ ഒടിക്കണമെങ്കിൽ ഈ നീതിയുടെ ചെങ്കോൽ വേണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദാവീദ് കാണുകയാണ്, ഈ ചെങ്കോൽ ഇപ്പോൾ ആരിലേക്ക് മാറാൻ പോവാം? കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കൈമാറുകയാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ആമേൻ സ്തോത്രം. ഈ യഹൂദയിലിരുന്ന ചെങ്കോൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് വന്നു. ഈ അധികാരത്തിൻ്റെ ചെങ്കോൽ കർത്താവിൻ്റെ കയ്യിൽ വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അത് ആമേൻ സ്തോത്രം അതും കൊണ്ട് പിതാവിൻ്റെ അടുക്കൽ പോയില്ല. ആമേൻ സ്തോത്രം. ആ അധികാരത്തിൻ്റെ ചെങ്കോൽ ആമേൻ വാഴ്ചകളുടെ മേലും അധികാരത്തിൻ്റെ മേലും ശക്തിയുടെ മേലും കർത്തൃത്വത്തിൻ്റെ മേലും ആമേൻ ക്രിസ്തുവിനെ പിതാവായ ദൈവം സകലത്തിനും തലയാക്കി വെച്ചപ്പോൾ ആ അധികാരത്തെ മുഴുവനും അവൻ്റെ ശരീരമാകുന്ന വെള്ളം കുടിക്കാത്ത വാസമാണ്. അവന്റെ ശരീരമാകുന്ന നിങ്ങൾ ഇത്രയും പേരൊന്ന് പറഞ്ഞ്, അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തു. അവന്റെ ശരീരമാകുന്ന, നിങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ്, അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തു. ആർക്കാ കൊടുത്തേ? അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഈ ചെങ്കോൽ കൊടുത്തു. ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്തോത്രം യഹൂദയിൽ ഇരുന്ന ചെങ്കോൽ ഇപ്പൊ ആരുടെ കയ്യിൽ വന്നു? വടിയുള്ളവൻ വാഴും, വടിയില്ലാത്തവൻ താഴും, അവനെ ചവിട്ടി മെതിക്കും. ഇനി പിശാചിന് ചവിട്ടി മെതിക്കാൻ ആമേൻ സ്തോത്രം പറ പറ്റത്തില്ല. 2026 പിശാചൻ ഞങ്ങളുടെ നേരെ വരാൻ നിനക്ക് പറ്റത്തില്ല. ആമേൻ. യഹൂദ ഗോത്രത്തിലിരുന്ന ആ നീതിയുടെ ചെങ്കോൽ എന്റെ അപ്പൻ വാങ്ങി ആമേൻ എനിക്ക് തന്നെങ്കിൽ 2026 ഞാൻ അതിനെ വാഴും. ഈ അധികാരത്തിന്റെ വടി ഉണ്ടെങ്കിൽ രാജാവ് ഇരിക്കുന്നത് എങ്ങനെയാ? രാജാവ് ആമേൻ സ്തോത്രം പ്രജകളടുത്ത് ഇങ്ങനെയല്ല വരുന്നത്. രാജാവ് വരുന്നത് ചെങ്കോലുള്ളവനാ രാജാവ്. അവൻ അധികാരമുള്ളവനാ. ഈ പട്ടണത്തിന്റെ നടുവിൽ ദൈവകുഞ്ഞൻ നിന്നെ അധികാരിയാക്കി വെച്ചെങ്കിൽ ആമേൻ സ്തോത്രം എന്ത് ചെയ്യണം? കൃഷ്ണകുമാറച്ച എന്ത് ചെയ്യണം? ഇങ്ങനെ പോകുകയാണെങ്കിൽ 2026 ഇങ്ങനെ തള്ളാൻ പറ്റൂ. പക്ഷെ ഇന്നും പകൽക്കാലം ഇത് തിരിച്ചറിഞ്ഞ് കർത്താവേ ആമേൻ ആ നീതിയുടെ ചെങ്കോൽ എൻ്റെ പക്കൽ ഇരിക്കെ ആമേൻ സ്തോത്രം 2025 എന്നെ പിന്തുടർന്നത് ഒന്നിനും എൻ്റെ പുറകെ നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ പിന്നാലെ വരാൻ പറ്റത്തില്ല. ആമേൻ ഹല്ലേലൂയ. പിന്നാലെ വന്നതൊന്നും എൻ്റെ മുൻപേ പോകാൻ പറ്റത്തില്ല. ആമേൻ സ്തോത്രം. ശത്രു എൻ്റെ പിൻപിലാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. ഈ അധികാരത്തിന്റെ ചെങ്കോൽ നമ്മുടെ മേലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയും ആമേൻ ദൈവകുഞ്ഞേ, നിന്റെ കുടുംബത്തിനകത്ത് നീ ചിലതിനെ വാഴും, നിന്റെ സഭയ്ക്കകത്ത് നീ ചിലതിനെ വാഴും, നീ പട്ടണത്തിൽ ചിലതിനെ വാഴും. അതിനെ പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. അവ ഒന്നും നിനക്കൊരു നാളും ദോഷം ചെയ്യുകയില്ല. ഇന്നലകളിൽ ആമേൻ ചിലത് ദൈവകുഞ്ഞ നിനക്ക് ദോഷം ചെയ്തെങ്കിൽ ഇന്ന് പകൽ 2026 ഒരു ആമേൻ സർപ്പത്തിനും നിന്റെ നേരെ നിൽക്കാൻ പറ്റത്തില്ല, ഒരു നീർക്കോലിക്കും നിന്റെ നേരെ നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം ഈ വടി കണ്ടാൽ ആമേൻ ആരും നിന്റെ നേരെ നിൽക്കത്തില്ല. നീ അധികാരത്തിനകത്താണ്, നീ ദൈവകൃപയ്ക്കകത്താണ്, നീ ആരാധിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം. ആർക്കാ ഈ വടി കൊടുത്തത്? സ്തുതിക്കുന്നവന്റെ കൈ
കയ്യിൽ ഈ വടി കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ നീ ആരാധിക്കുന്ന വ്യക്തിയാണോ? നീ ദൈവത്തിന് നന്ദിയുള്ള വ്യക്തിയാണോ? അവൻ ഒരു വാഴ്ചയും ഒരു അധികാരവും ഒരു കർത്തൃത്വവും ഒരു ശക്തിയും 2026 നിന്റെ ലൈഫിൽ നിനക്ക് വിരോധമായി നിൽക്കത്തില്ല. ഇന്ന് പകൽക്കാല ഈ അധികാരത്തിന്റെ വടിയുണ്ടോ? ആമേൻ, ആമേൻ. 2025 നിന്നെ പിന്തുടർന്ന രോഗശക്തികൾ, ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, നിന്റെ അവകാശത്തിന്റെ മേൽ നിന്റെ നന്മകളെ കെടുത്തി കളയുന്ന, നിന്റെ നന്മകളെ കവർന്നു കളയുന്ന ആമേൻ ശത്രുവിന്റെ അനീതിയുടെ ചെങ്കോൽ, ദുഷ്ടന്റെ ചെങ്കോൽ ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറമേൽ, നിന്റെ ശരീരത്തിന്റെ മേൽ, നിന്റെ സാമ്പത്തികത്തിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ അഭിവൃദ്ധിയുടെ മേൽ ഒന്നിനും നിൽക്കാൻ കഴിയത്തില്ല, ഒന്നിനും നിൽക്കാൻ കഴിയത്തില്ല. 2026 ദൈവകുഞ്ഞെ നീ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും. ആമേൻ, ദൈവത്തിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും. ആമേൻ, നീ കാണുന്ന ശത്രുവിനെയല്ല, നീ കാണുന്ന പരാജയമല്ല, നീ കാണുന്നത് ദൈവത്തിന്റെ നീതി കാണും. നീ ദൈവത്തിന്റെ നീതി കാണും. നീ പ്രഭാതത്തിൽ ഉണരുമ്പോൾ നീ ദൈവത്തിന്റെ നീതി കാണും. പലതിന്റെ മറുപടി നീ കാണും. 2025 പലതിന്റെ ചോദ്യം നീ കണ്ടെങ്കിൽ ആമേൻ 2026 നീ മറുപടി കാണുന്ന വർഷമാ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, നീ മറുപടി കാണുന്ന ദിവസമാ. ആമേൻ, 2025 നിന്റെ ഹൃദയത്തെ നുറുക്കിയെങ്കിൽ 2026 നീ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിനങ്ങൾ. ഹല്ലേലൂയ. 2025 നിന്റെ വഴി അടച്ചെങ്കിൽ 2026 നിനക്ക് വേണ്ടി രാജവീതികൾ ഒരുക്കപ്പെടും. ആമേൻ, രാജകീയ വീതികൾ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടും. ഹല്ലേലൂയ. 2025 നീ ഒറ്റപ്പെട്ടു പോയെങ്കിൽ 2026 നിന്നോട് ചേർന്ന് നിൽക്കാൻ, നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടാൻ ഒരു കൂട്ടം ജലത്തെ ദൈവം നിന്റെ അടുക്കൽ തരും. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ഇന്ന് പകൽ മലയാള സർവീസിനെ നോക്കി ഞാൻ വിളിച്ചു പറയും, 2026 നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. എൻ്റെ കർത്താവിനോട് ആവർത്തിച്ചു പറയുന്നു, ചിലർക്ക് ചില രാജവീതികൾ, രാജകീയമായ ചില വഴികൾ ദൈവം ഒരുക്കും. ആ വഴിയുടെ പ്രത്യേകത, ആ വഴിയിൽ ഒരു ശത്രുവിനും വരാൻ പറ്റില്ല, ഒരു എതിർ ശക്തികൾക്കും അതിൻ്റെ മുമ്പിൽ വരാൻ പറ്റില്ല, ഒരു എതിർ ശക്തികൾക്കും അതിൻ്റെ മുമ്പിൽ വരാൻ പറ്റില്ല. ആമേൻ, നിനക്ക് വേണ്ടി ചില പരവതാനികൾ നിന്റെ വീഥികളിൽ ഇന്ന് പകൽ ഞാൻ പറഞ്ഞ പ്രവചന ശബ്ദം നിങ്ങളത് കാണാൻ പോവാ. നിങ്ങളത് കാണും. നിങ്ങൾക്ക് വേണ്ടി ചില പരവതാനികൾ വിരിച്ച് ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി, ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവാം. 2025 കണ്ടതൊന്നും ദൈവകുഞ്ഞെ നീ കാണത്തില്ല 2026. കാരണം ഈ രാജകീയ ദണ്ഡ് നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം, ഈ അധികാരവും ക്രിസ്തുയേശുവിന്റെ അവകാശവും ദൈവത്തിന്റെ അപ്രൂവലും നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് നീ അതിലേക്ക് പ്രവേശിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നിന്റെ സ്വപ്നങ്ങൾ ദൈവകുഞ്ഞെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ദർശനങ്ങൾ, നിങ്ങളുടെ പ്രവചനത്തിന്റെ ശബ്ദങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി കേട്ട ദൈവത്തിന്റെ പ്രവചന ശബ്ദങ്ങൾ, ഞാൻ പറയും 2026 അതിനെ മൂടി വെക്കുവാൻ കഴിയത്തില്ല. ചില മൂടികൾ ആമേൻ ഇളക്കും, ചില ഷട്ടറുകൾ തുറക്കും, ചില ഡോറുകൾ ഓപ്പൺ ആകും. ആമേൻ, നീ കേട്ട ദൈവ ശബ്ദം നിന്റെ കണ്ണുകൊണ്ട് കാണും. ഹല്ലേലൂയ. ആമേൻ. 2025 വരെ ഒരുപാട് പ്രവചന ശബ്ദം കേട്ടിട്ട് പറഞ്ഞു, കർത്താവേ എന്താ എന്റെ ജീവിതത്തിൽ അത് നടക്കാത്തത്, എന്താ അത് സംഭവിക്കാത്തത്? പക്ഷെ ഇന്ന് പകൽക്കാലം ആത്മാവ് ദൂത് പറയുകയാ, 2026 നിന്റെ കാതിൽ കേട്ടത് ദൈവം ഞാൻ നിന്റെ കണ്ണിൽ കാണും. കണ്ണിൽ കാണും, കണ്ണിൽ കാണും. ശൗലിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ചിലരുടെ വീട് മാറും,
പ്രോസ്പെരിറ്റി പ്രവചിക്കുകയല്ല. ഞാനിന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് പ്രാപിക്കാം. ചിലരുടെ ഭവനത്തിന്റെ സ്ഥിതി മാറും. 2026 എങ്ങനെയെന്നറിയത്തില്ല, നിന്റെ സ്വന്തമെന്ന് പറയത്തക്ക ഇടങ്ങളിൽ നീ കയറി പാർക്കും. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ നിനക്ക് സ്വന്തമെന്ന് പറയത്തക്കവണ്ണം അവൻ ദൈവം നിനക്ക് ചിലത് ചെയ്യും. ഞാനിത് ലൈവിലൂടെയാ പറയുന്നേ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ദാരിദ്ര്യം വേണമെന്നുള്ളവർ ദാരിദ്ര്യം പിടിച്ചോട്ടെ, സമൃദ്ധി വേണമെന്നുള്ളവർ സമൃദ്ധി പിടിച്ചോ. ആമേൻ, ഞാൻ പറയും, ആമേൻ, സ്തോത്രം. ഇന്ന് വരെ നിന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു 4 വീലർ വന്നിട്ടില്ലെങ്കിൽ 2026 നിന്റെ വീട്ടിന്റെ മുമ്പിൽ നിനക്ക് യാത്ര ചെയ്യാൻ ഒരു 4 വീലർ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കയ്യിൽ തരും. ദൈവം സമൃദ്ധി തരുമോ? സമൃദ്ധി തരുമെന്ന്. ഹല്ലേലൂയ. 2026 നിന്റെ പേഴ്സ് കാലിയായിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ അക്കൗണ്ട് കാലിയാകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. 2025 നീ വിതച്ചത് 2026 നീ കൊയ്യുമെന്ന്. 2026 ശത്രു നിനക്ക് വിരോധമായി ഒരുക്കി വെച്ചിരിക്കുന്ന സകല പദ്ധതി ഇന്ന് പകൽക്കാലം ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അധികാരത്തിന്റെ ചെങ്കോൽ വെച്ച് ഞങ്ങൾ അതിനെ പൊളിക്കുക. പദ്ധതികളെ പൊളിക്കുക. ഞാൻ ഇന്ന് പകൽ പറയും, ദൈവകുഞ്ഞെ, ഇതിനകത്തിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, നിന്റെ നന്മയെ നഷ്ടപ്പെടുത്താൻ നിന്റെ മേൽ ഒരു അനർത്ഥവും 2026 ശത്രുവിന് ഇടാൻ പറ്റത്തില്ല. പെട്ടെന്നുള്ള ആപത്തുകൾ, പെട്ടെന്നുള്ള അനർത്ഥങ്ങൾ നിന്റെ നന്മയെ ആമേൻ കട്ടുമുടിക്കുന്ന ആമേൻ പിശാചിന്റെ സകല വാതിലുകളും ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ അടയ്ക്കുകയാണ്. നിന്റെ നന്മ തൊടാൻ സമ്മതിക്കത്തില്ല കർത്താവേ. അപ്പൊ ഇന്ന് പകൽ അങ്ങയുടെ മക്കളുടെ ഒരു നന്മ, ഒരു രൂപ നഷ്ടമായി പോകുവാൻ കടക്കെണികളിട്ട് മാനസികമായ അസ്വസ്ഥതകൾ ഉളവാക്കുന്ന സകല പിശാചിന്റെ വാതിലുകളെ ഞാൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അതിനെ അടയ്ക്കുകയാണ്. ദൈവത്തിന്റെ വാതിലുകളെ ഇന്ന് പകൽ തുറക്കുന്നു. കർത്താവേ, ഈ ജനത്തെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർക്ക് നന്മയുണ്ടാകട്ടെ.